ഹലോ നമസ്കാരം. വീട്ടമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടമ്മയിലൂടെ നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചിക്കൻ അജ്വൈൻ. ഇത് നമുക്ക് കേരളീയവൽക്കരിച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചിക്കൻ അജ്വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജ്വൈൻ നമുക്ക് ഫെമിലിയറാണ്. ഓമപ്പൊടി എന്നൊരു സ്നാക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അയമോദകം അല്ലെങ്കിൽ ഓമം എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അജ്വൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു 3/4 ടീസ്പൂൺ അജ്വൈൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുക്കുക. അജ്വൈൻ എന്ന് വെച്ചാൽ അയമോദകം അല്ലെങ്കിൽ ഓമമാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം വളരെ കുറച്ചേ ഉള്ളൂ പൊടിക്കാനായിട്ട്. അത് കാരണം മിക്സി ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഹാമറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പൊടിച്ചെടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് വളരെ കുറച്ച് മതി. അതായത് 2 കിലോ ചിക്കന് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വളരെ കുറച്ച് മതി. ഇനി നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന അജ്വൈൻ എടുത്തിട്ട് കൊടുക്കുക. അതായത് ഒരു 3/4 ടീസ്പൂൺ അജ്വൈൻ നന്നായിട്ട് വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടുന്നത് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അത് നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്. ഇനി വേണ്ടുന്നത് കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മല്ലിയല്ല, നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കസൂരി മേത്തി എന്ന് പറഞ്ഞ പാക്കറ്റിൽ. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ നന്നായിട്ട് കഴിച്ച് ഞെരടി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പെരട്ടി, ചിക്കൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പെരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. ആ സമയം നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുക്കുക. നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും, പിന്നെ 2 പച്ചമുളക്. എരിവ് കുറച്ച് മതി എന്ന് പറഞ്ഞു, അത് കാരണം 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ സവോള ഒരു 2 വലിയ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ നല്ലൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതായത് അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സവോള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന കണക്ക് ടൊമാറ്റോ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും ഇത് ഡ്രൈ ആയിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ ചിക്കൻ അജ്വൈൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ്. പക്ഷേ ഞാൻ ഇന്നൊരു ഗ്രേവി ടൈപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഞാനിത് കേരളീയവൽക്കരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സവോളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ സവോള നമ്മൾ ചേർക്കുന്നത് ഗ്രേവി ഇച്ചിരി ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വൽ റെസിപ്പിയിൽ സവോള ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ കുറച്ച് മാത്രം മതി സവോളയ്ക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വാടി ശരിക്കും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം സവോള. കറിയിൽ ശരിക്കും സവോള കിടക്കുന്നത് പോലെ അറിയാൻ പാടില്ല. ആ രീതിയിൽ സവോള നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അതിനുശേഷം സവോള ഇപ്പോൾ ഒന്ന് വാടി മൊരിഞ്ഞൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോള ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അല്ലാതെ സവോളയിൽ നമ്മൾ ഇനി വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ അയമോദകവും അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി ഒക്കെ തൈരും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ വഴറ്റിയ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ചിക്കനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ കുക്കിംഗ് ആണ് മീറ്റ് എപ്പോഴും ടേസ്റ്റ്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോ കുക്കിംഗ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം. വിസിലൊക്കെ ഏൽപ്പിച്ച് ഒരു വിസിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തുറക്കാം. അപ്പം ഞാനിപ്പോൾ അടച്ചു വെച്ച് ഒരു 25 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്.
അതിൽ കിടന്ന് ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന മല്ലിയിലയും പുതിനയിലയും, നല്ല ഒരു വലിയ പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ശരിക്കും ആ ഫ്ലേവർ, ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ അയമോദകം ചേർത്തിട്ടുണ്ട്. അപ്പം ആ ചാറൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസോളം തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ, ഇത് 1-ാം പാൽ മാത്രമാണ്, 2-ാം പാൽ ഞാൻ ചേർക്കുന്നേ ഇല്ല. കാരണം ഗ്രേവി നമുക്ക് അത്രയും മതി. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ അജ്വൈൻ എന്ന് പറയുമ്പോൾ ഗ്രേവി ഇല്ലാത്തൊരു കറിയാണ്. ഇനി കറി കട്ടിയാവുന്നില്ല, ഒരുപാട് വെള്ളം ആയി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോൺഫ്ലവർ, ജസ്റ്റ് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഒന്ന് പച്ചവെള്ളത്തിൽ കലക്കി ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഗ്രേവി തിക്കണ്ടായിക്കോളും. അല്ല നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ. ചിക്കൻ അജ്വൈൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിഷാണ്, സൈഡ് ഡിഷാണ് ചിക്കൻ അജ്വൈൻ എന്ന് പറയുന്നത്. അപ്പം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കൊള്ളണം. ഉപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തോളുക. തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടി കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസൂരി മേത്തിയും അയമോദകവും അല്ലെങ്കിൽ അജ്വൈനും മല്ലിയിലയും പുതിനയിലയും ഒക്കെയാണ് ഇതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ എന്ന് പറയുന്നത്. സാധാരണ നാടൻ ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു നോർത്ത് ഇന്ത്യൻ രുചി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നാൻ, ചപ്പാത്തി, പൊറോട്ട, പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുകയും വേണം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ അജ്വൈൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.